ഹായ് ഫ്രണ്ട്സ്, പവിത്രൻ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാബുസാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വാതിൽ ചവിട്ടി തുറന്നങ്ങ് വിക്രം ചെല്ലുകയാണ്. എന്നിട്ട് സാബുസാറിനെ നന്നായി മർദ്ദിക്കുന്നുണ്ട്. സാറേ, ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞു, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ തല്ലരുതെന്ന്. ഇങ്ങോട്ട് തന്നതിൻ്റെ 10 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. അതാണ് ഈ വിക്രം എന്ന് പറഞ്ഞ് സാറിനെ നന്നായി മർദ്ദിക്കുന്നുണ്ട്. പിന്നീട് സാറ് കഴുത്തിലൊരു ബെൽറ്റൊക്കെ ഇട്ട് ഫോൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അഭിലാഷിനെയാണ് വിളിക്കുന്നത്. അഭിലാഷ് കോള് കാണുമ്പോൾ മനസ്സിൽ കരുതുന്നുണ്ട്, ഓ ഇനി ഇദ്ദേഹം എന്ത് പണി തരാനാണാവോ എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യാണ്. എന്ന് അറ്റൻഡ് ചെയ്ത് ഉടനെ ചോദിക്കുന്നുണ്ട്, എന്താ സാറേ പണി കിട്ടിയോ? എനിക്ക് തന്നെ പണി കിട്ടിയിട്ട് ഞാൻ ഇവിടെ ഇരിക്കാന്, താങ്കൾക്കും കിട്ടിയോ പണി എന്ന് ചോദിക്കുകയാണ്. സാറ് പറയുന്നുണ്ട്, അതേടാ പണി കിട്ടി, അത് തിരിച്ചു കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ വിളിച്ചത്, എന്ത് ചെയ്യാമെന്ന് നീ ആലോചിക്കുമെന്ന് പറയാണ്. അപ്പോൾ സാബു പറയുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാറേ, ഇപ്പോൾ സാറിന് പോലും ഉടനടി തിരിച്ചടി കിട്ടിയില്ലേ, അതാണ് വിക്രം. പിന്നെ ഞാൻ എന്ത് ചെയ്താലും എനിക്കും കിട്ടത്തില്ലേ, ഒന്നും അവന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ സാബു പറയുന്നുണ്ട്, അവനക്ക് വേദനിക്കണമെങ്കിൽ അവൻ്റെ ഉറ്റവർ വേദനിക്കണം, അവനെ സ്നേഹിക്കുന്നവർ വേദനിക്കണം, എങ്കിൽ മാത്രമേ അവൻ്റെ മനസ്സ് ഒന്ന് വേദനിക്കത്തുള്ളൂ. അല്ലാതെ അവൻ്റെ ശരീരം നൊന്താലൊന്നും അവനക്ക് ഒരു കുഴപ്പമില്ല. അത് ഞാൻ കണ്ടറിഞ്ഞതാണെന്ന് സാബു പറയുകയാണ്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, വേണ്ട സാറേ, അവൻ്റെ ഫാമിലിയെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട, അവൻ മുറിച്ചാൽ മുറി കൂടുന്ന ഇനമാ, അവനെ കൊല്ലുകയാണെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് കൊല്ലണം, അല്ലാതെ ഫാമിലിയെ തൊട്ട് കളിച്ചാൽ അവൻ നമുക്ക് പണി തരും, അത് ഉറപ്പാ എന്ന് പറയുമ്പോൾ സാബു പറയുന്നുണ്ട്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്താലും അതിനെല്ലാം ഞാൻ സപ്പോർട്ടാണ്, എൻ്റെ ഈ യൂണിഫോം തെറിച്ചാലും വേണ്ടില്ല, ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് അതിനു വേണ്ടി ചെയ്തു തരാം എന്ന് അഭിലാഷിന് ഉറപ്പ് കൊടുക്കുകയാണ്. പിന്നീട് വിശ്വം പേപ്പർ വായിക്കുന്നത് കാണിക്കുന്നുണ്ട്. വിനായകനാണെങ്കിൽ അപ്പുറത്ത് ഫോണിൽ കളിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് മാഷ് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് വിനായകനോട്, നീ എന്താണ് അവിടെ കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ പേപ്പർ വായിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല അച്ഛാ, ഞാനിവിടെ ഒരു ചുക്ക് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക, എനിക്കൊരു ഉൾക്കുളിര് വരുന്നു, അതുകൊണ്ട് ഞാനൊരു ചുക്ക് കാപ്പി ശ്രീജയുടെ അടുത്ത് ഇട്ട് തരാൻ പറഞ്ഞ് അത് കുടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാണ്. പിന്നെ അവിടെ വിനായകനെ നോക്കിക്കൊണ്ട് അച്ഛൻ ഒന്നും ചോദിക്കുന്നില്ല, ഒരു നോട്ടം നോക്കുമ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അല്ല അച്ഛാ, ഒരു കച്ചവടത്തിൻ്റെ കാര്യമാണ്, അതിനൊരു സ്കെച്ച് ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുക്കുകയായിരുന്നു എന്ന് പറയാണ്. പിന്നീട് മാഷ് അങ്ങ് പുറത്തേക്ക് പോയിട്ട് ഒരു തൂമ്പ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോഴേക്കും മാഷേ മാഷേ എന്നുള്ള വിളി കേട്ട് മാഷ് അങ്ങോട്ട് നോക്കുമ്പോൾ കമലാമ്മ ഒരു ചാണകമൊക്കെ ആക്കിയിട്ടുള്ളൊരു ചാക്ക് തലയിലെടുത്ത് വെച്ചുകൊണ്ട് വരുന്നതാണ് കാണുന്നത്. മാഷേ മാഷേ എന്നുള്ള വിളി കേൾക്കുമ്പോഴേക്കും കമലാമ്മ അവിടെ വീഴുകയാണ്. മാഷ് ഓടി ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ അപ്പുറത്തുനിന്നും എല്ലാവരും ഓടിക്കൊണ്ട് വരികയാണ്. അപ്പോഴും വിനായകനും വിഷുവും എണീൽക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കമല, നിനക്ക് എന്താ പറ്റിയെന്ന് മാഷ് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഒന്നുമില്ല മാഷേ, ആ തങ്കം കുറച്ച് ദിവസമായി വിളിക്കുന്നു, ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയതാണെന്ന് കമലാമ്മ പറയുന്നുണ്ട്. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, കമല നീ എന്തിനാ പോയത്, അത് ഞാൻ എടുത്തുകൊണ്ട് വരുമായിരുന്നില്ലേ എന്ന് പറയുകയാണ്. ഇല്ല മാഷേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയൊരു തലകറക്കം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുമ്പോൾ കമലാമ്മ വീണ്ടും വീഴാൻ പോവുകയാണ്. അപ്പോൾ മാഷ് താങ്ങി പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദ വെള്ളം കൊണ്ട് ഓടി വരുന്നുണ്ട്. പിന്നീട് മെഡിസിനൊക്കെ കൊടുത്ത് കമലാമ്മയെ അങ്ങ് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പറയുന്നുണ്ട് മാഷ്, കമലയെ നമുക്ക് ഡോക്ടറെ കാണാമെന്ന് പറയുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഇല്ല വേണ്ട മാഷേ, ഇനി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ചെക്കപ്പും കാര്യങ്ങളുമായി ഒരുപാട് കാശ് ചിലവാകും, അതിനൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാം ഭേദമായി എന്ന് പറയുകയാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അമ്മേ കാശാണോ ഇവിടെ വലുത്, അമ്മയുടെ ആരോഗ്യമല്ലേ, അമ്മ ചെന്ന് കാണിക്കുക, ഡോക്ടറെ കണ്ടിട്ട് വാ എന്ന് പറയുകയാണ്. എന്തിനാ ഈ കാശ്, ഇതിങ്ങനെ എടുത്ത് കൂട്ടി വെക്കാനുള്ളതാണോ എന്ന് വിശ്വം ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന കമലാമ്മ പറയുന്നുണ്ട്, ആടമോനെ വിശ്വ, നീ തരുന്ന കാശെല്ലാം ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്, ഇനി വലിയൊരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും വിനായകനും വേദയും പറയുന്നുണ്ട്, അമ്മേ ഹോസ്പിറ്റലിൽ പോവുകയാണ് നല്ലത്, ഡോക്ടറെ കണ്ടിട്ട് വരുമെന്ന് പറയാണ്. അങ്ങനെ മാഷും പറയുന്നുണ്ട്, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം, നീ ഡ്രസ്സ് മാറ്റിയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരങ്ങകത്തേക്ക് പോവാണ്. പിന്നീട് ശ്രീജ വിശ്വത്തോട് ചെന്ന് പറയുന്നുണ്ട്, നിങ്ങളെന്താ മനുഷ്യ ഇങ്ങനെ നിൽക്കുന്നത്, ഡ്രസ്സ് മാറ്റ്, അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഇല്ല ശ്രീജ, ഞാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീജ എന്താ കാരണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അവിടെ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ കാശിന് ചിലവുണ്ടാവും, അപ്പോൾ എൻ്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല, പിന്നീട് അച്ഛൻ എന്നെ എല്ലാവരുടെയും മുന്നിലിട്ട് നാണം കെടുത്തും, അതിനെനിക്ക്
പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ ഊട്ടുന്നതും വെച്ച് വിളമ്പുന്നതൊന്നും ആലോചിച്ചില്ലെങ്കിലും നിങ്ങളെ ചെറുപ്പത്തിൽ ഒരുപാട് കുളിപ്പിക്കുകയും താരാട്ട് പാടുകയും ഉറക്കുകയും ഊട്ടുകയും ഒക്കെ ചെയ്തിട്ടില്ലേ, അതെങ്കിലും ആലോചിച്ച് നിങ്ങളിപ്പോൾ അമ്മയുടെ കൂടെ പോകണം എന്ന് പറയുകയാണ്. പിന്നീട് വിനായകനെയും നന്ദിനിയെയാണ് കാണിക്കുന്നത്. വിനായകൻ ഡ്രസ്സ് മാറ്റുകയാണ് അമ്മയുടെയും കൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്ദിനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് മനുഷ്യ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അത് അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ ഈ പോക്കറ്റിലെന്ന് പറഞ്ഞ് പോക്കറ്റിൽ ഇങ്ങനെ ഇട്ട് കൈകൊണ്ട് തട്ടുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അത് പോകുമ്പോൾ എന്തെങ്കിലും പോക്കറ്റിൽ വെക്കണ്ടേ, ഒരു 2000 രൂപ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നന്ദിനി അതങ്ങ് എടുക്കുകയാണ് പോക്കറ്റിൽ നിന്ന്. നിങ്ങൾ ഈ ക്യാഷും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണോ? നിങ്ങളെപ്പോലെ തന്നെ അമ്മയ്ക്ക് വേറെ മക്കളില്ലേ, വലിയേട്ടന് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അങ്ങേരുടെ കയ്യിൽ എന്ത് പുഴുങ്ങി വെച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എന്നാൽ ചെറിയൊരു മകനുണ്ടല്ലോ, അവൻ്റെ പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അവൻ കാശ് ചിലവാക്കിയാലും അച്ഛനത് വാങ്ങത്തില്ല എന്ന് നിനക്കറിയില്ലേന്ന്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളും പോണ്ട, അവർക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പോണേ, കാശും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോക്കൂലി കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരു 200 രൂപ എടുത്ത് പോക്കറ്റ് വെച്ച് കൊടുക്കുകയാണ്. കമലാമ്മയും മാഷും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഉമ്മറത്ത് നിന്ന് വിനായകൻ ഫോൺ ചെയ്യുന്നത് പോലെ അഭിനയിക്കുകയാണ്. ഒരു വലിയ കച്ചവടം ശരിയായിട്ടുണ്ട്, അതിന് അഡ്വാൻസ് തരാൻ വേണ്ടി ഞാൻ വരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ വിനായക നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, സോറി അമ്മേ, ഞാൻ വരാൻ പറ്റത്തില്ല, എന്നെ ഒരു ക്ലയൻറ്റ് അവിടെ കാത്തിരിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നീട് വിഷ അവിടെ അപ്പുറത്ത് മാറി നിൽക്കുന്നത് കണ്ടിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, വിശ്വ നീയും വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഒരു ജോലിയുടെ ആവശ്യത്തിനായിട്ട് എനിക്ക് പോവേണ്ടതുണ്ട്, അപ്പോൾ എനിക്കും വരാൻ പറ്റത്തില്ല എന്ന് വിശ്വം പറയുകയാണ്. അപ്പോൾ മാഷിന് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് കമലയോട് ചോദിക്കുന്നുണ്ട്, എന്താ കമല, ഞാൻ മാത്രം നിൻ്റെ കൂടെ വന്നാൽ പോരാന്നുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഇല്ല മാഷേ, ഒന്നുമില്ല, ഞാൻ അവനവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ടാണോ എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, എനിക്ക് മാഷ് തന്നെ വന്നാൽ മതി എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും ശ്രീജ കൊണ്ടുപോകാനുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിന് ആ സെഞ്ചി എടുത്ത് അവരങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പിന്നീട് വേദ അമ്മയ്ക്ക് സുഖമില്ലാത്ത വിവരം അറിയിക്കാനായിട്ട് വിക്രമിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിക്രം കോൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, എന്താടി വേദാളമ്മേ, നീ എന്തിനാണ് വിളിച്ചത്, വെക്കടി ഫോൺ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് വിക്രം ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ്. പിന്നീട് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല വേദയ്ക്ക്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് വേദ, അമ്മേ കിട്ടുന്നില്ല, വിക്രമിനെ ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ വിക്രമിനെ കിട്ടുന്നില്ല അമ്മേ എന്ന് പറയുമ്പോൾ മാഷ് പറയും, നിന്നോടാരാ അവനിക്ക് വിളിക്കാൻ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞോ, എൻ്റെ ഭാര്യയെ നോക്കാൻ എനിക്കറിയാം, ആരും തന്നെ വേണ്ട, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ ഭാര്യയെ സംരക്ഷിക്കും എന്ന് മാഷ് പറയുന്നുണ്ട്. പിന്നീട് മാഷും കമലാമ്മയും കൂടെ ഓട്ടോയിൽ കയറി പോകുന്നത് അഭിലാഷിൻ്റെ കൂട്ടാളികൾ കാണുന്നുണ്ട്. അപ്പോൾ അഭിലാഷിനെ വിളിക്കുകയാണ് അവർ. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രമിൻ്റെ അച്ഛനും അമ്മയും ഇവിടുന്ന് ഓട്ടോയിൽ കയറി പോകുന്നുണ്ട്, അവരുടെ പിറകെ പോകണമെന്ന് പറയുമ്പോൾ വിനായകൻ പറയുന്നുണ്ട്, വേണം, നിങ്ങൾ അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞിട്ട് എന്നെ വിളിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ അഭിലാഷിൻ്റെ കൂട്ടാളികൾ മാഷിൻ്റെയും കമലാമ്മയുടെയും പിറകെ ബൈക്കിൽ പോവുകയാണ്. പിന്നീട് വിക്രം വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. വിക്രം ഇറങ്ങി അങ്ങ് റൂമിലേക്ക് കയറി പോവുകയാണ്. ഇത് കാണുന്ന വേദ പിറകെ ചെന്ന് വിക്രം സാറേ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ വിക്രം വേദയെ നോക്കുന്നുണ്ട്. ഓ, ഞാൻ ഈ റൂമിൽ ഭാര്യയുടെ അധികാരം എടുക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല എന്ന് വേദ പറയുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയെന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം പറയാനായിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്താ ഫോൺ എടുക്കാതിരുന്നേ എന്ന് ചോദിക്കുകയാണ്. നിൻ്റെ ശല്യം കാരണം ഞാൻ എടുക്കാതിരുന്നത്, അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് സുഖമില്ലാത്ത വിവരം നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ, തക്ക സമയത്ത് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വയ്യാതിരിക്കുന്ന അച്ഛൻ തന്നെ വേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം, എന്ത് പറ്റി, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്.
വേദ പറയുന്നുണ്ട്, അമ്മ ചാണകപ്പൊടി കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ തല കറങ്ങി വീണു. വഴിയിലെങ്ങാനും വീഴാതിരുന്നത് കൊണ്ട് ഭാഗ്യമായി. വീട്ടിൽ വന്നിട്ടാണ് തല കറങ്ങി വീണത്. അപ്പോൾ അച്ഛൻ കൊണ്ടുപോയിരിക്കുകയാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കൂടെ പോകാൻ ഒരാളും തന്നെ ഉണ്ടായില്ല. വിനായകൻ ചേട്ടൻ ആരെ കാണാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. വിശ്വന ചേട്ടനാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് ആൾ ഒഴിഞ്ഞു മാറിയെന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അല്ല ആളുടെ കയ്യിൽ കാശില്ലല്ലോ, അവിടെ ചെന്ന് കാശ് ചിലവാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയാണ് വേദ.